ഞാൻ താര. വെൽക്കം ടു കേരള. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗൈസ്, ദിസ് ഈസ് താര സാം. താര നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ്. ഇനിയിപ്പോ കുറച്ച് ദിവസം നമ്മളോടൊപ്പം ഉണ്ടാവും. ഹലോ ഗൈസ്, എനിക്ക് നിങ്ങളെ എല്ലാരും ഒന്ന് വിശദമായി പരിചയപ്പെടണം എന്നുണ്ട്. സമയമുണ്ടല്ലോ, പരിചയപ്പെടാം. താര, എന്നാ നമുക്ക് എന്റെ ക്യാബിനിലേക്ക് പോയാലോ? ഷുവർ സർ. ഞാൻ ഓഫീസിലെ കുറെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാൻ ചെയ്യാം. ഓക്കെ, വരും. ഇതാടാ നീ പറഞ്ഞു കേട്ടില്ലേ? അടിവെച്ചതാണല്ലോ. ഇപ്പേരും ഞാൻ കേട്ടു. ഹെഡ് ഓഫീസിൽ ആരാണെന്ന് നിനക്ക് അറിയാൻ പാടില്ല. എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നീ ആളെ ഇറക്കിയത് ഞങ്ങളോട് ചോദിക്കണം. അതെ, ഞാൻ ഇറക്കിയതോ? മക്കളെ കൂടുതൽ നമ്പർ ഇറക്കല്ലേ. എന്നെ ഒതുക്കാൻ വേണ്ടി നീയൊക്കെ ഇറക്കിയാന്ന് എനിക്ക് മനസ്സിലായണം. എനിക്കറിയാത്ത ആളാണ് നിന്റെയൊക്കെ കാര്യങ്ങൾ ഈസി ആയല്ലോ അല്ലേ? തരാ, ഇതൊക്കെ നിങ്ങളെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നെ ഒതുക്കാൻ നീ എന്ന് വെച്ചാൽ നടക്കൂലടാ. ബാക്കി കാര്യങ്ങൾക്ക് വഴി വെച്ച് കാണാം കേട്ടോ. ഇവൻ എന്തൊക്കെയാടാ പറഞ്ഞിട്ട് പോണത്? നിനക്കപ്പൊ കാര്യം മനസ്സിലായില്ലേ? എടാ, ഇവൻ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. ഇവൻ അവളെ അറിയില്ല എന്ന് കാണിക്കാനും സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് അവൻ ഇത് പറഞ്ഞിട്ട് പോയത്. ഓ, നമ്മളെ ആ കെണിയിൽ വീഴാൻ പാടില്ല. ഇവനൊരു ബുദ്ധിമാൻ തന്നെ. അവന്റെ അതിബുദ്ധി നമ്മളടുത്ത. നമ്മളാരാ മക്കള്? പിന്നല്ല. എന്തായാലും നീ അകത്തോട്ട് വാ. കൃഷ്ണ സാറിന്റെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. നടക്ക്, പോയി നോക്കാം. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. ഹെഡ് ഓഫീസിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ താര ഞങ്ങളെ സഹായിക്കണം. ഉറപ്പായിട്ടും. അതിനാണല്ലോ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. എന്റെ മനസ്സിൽ കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ട്. അത് ഞാൻ സാറോട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോപ്പർ പ്ലാൻ റെഡിയാക്കാം. ഓക്കെ, അത് മതി. എന്തായാലും താര വരും, നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം വിശദമായിട്ട്. ഓക്കെ സാർ. Hi guys, I am so happy to introduce Miss Tara Sam to our gang. As I said, she is from our head office. She is actually new to our company, but she had a lot of experience in our field. Here I am officially welcoming Miss Tara to our office. താങ്ക് യു സോ മച്ച് സാർ. ഞാനൊരു മലയാളിയാണെങ്കിലും ഞാൻ പഠിച്ചതും വളർന്നൊന്നും ഇവിടെയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ കേരള ഓഫീസിൽ വരാൻ പറ്റിയത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചും നമ്മുടെ ഓഫീസിനെ കുറിച്ചും ഒക്കെ ഓൾറെഡി കമ്പനി എനിക്കൊരു ഐഡിയ തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കമ്പനിനെ എങ്ങനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താരയോട് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ചെയ്യൂ, ജോൺ ആദ്യം ചോദിക്കട്ടെ. ഹായ് താര, ദിസ് ഇസ് ജോൺ. ഹായ് ജോൺ. താര നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെഡ് ഓഫീസിലായിരുന്നു, ബട്ട് ഞാൻ താരേനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ ക്യാപ്കോലായിരുന്നു. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ വെച്ചാണ് ഞാൻ നമ്മുടെ ചെയർമാനെ പരിചയപ്പെടുന്നതും അദ്ദേഹമാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഓഫർ തന്നതും. ഓക്കെ, നമ്മുടെ ഗ്യാങ്ങില് ആരെങ്കിലുമൊക്കെ താരക്ക് നേരത്തെ അറിയോ? അറിയാലോ. ആരെ? എനിക്കെല്ലാരും അറിയാം. എല്ലാരും എന്ന് പറയുമ്പോ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ കമ്പനി എനിക്ക് ഇവിടെ എല്ലാ സ്റ്റാഫിനെ കുറിച്ചും ഒരു ഐഡിയ ഒക്കെ തന്നിട്ടുണ്ട് ബ്രീഫായിട്ട്. അതിൽ കൃഷ്ണ സാറ് മാത്രമല്ല, മനുവും രാകേഷും ജോണും മായൊക്കെ ഉണ്ട്. രാകേഷിന് എന്താ ചോദിക്കാനുള്ളത്? എന്റെ പേര് രാകേഷ് ആണെന്ന് എങ്ങനെ അറിയാം? നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകുന്നവർ തമ്മിൽ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ രാകേഷ്? രാകേഷ് എന്താ ചോദിക്കാനുള്ളത്? അല്ല, ഞങ്ങളെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ടാണോ ഹെഡ് ഓഫീസിൽ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ കംപ്ലൈന്റ് വരാനുള്ള എന്തെങ്കിലും കാര്യം രാകേഷ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവിടെ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എത്ര നാളെ ഈ ഓഫീസിൽ കാണും? അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല മനു. കമ്പനി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. ഹായ് താര. ഹായ് മായ. മായക്ക് എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് ആക്ച്വലി ചോദിക്കാനല്ല ഉള്ളത്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. മായ പറയൂ. അതായത് ഈ പുരുഷന്മാരുടെ ഇടയിൽ ഒറ്റയ്ക്ക് വീർപ്പ് മുട്ടായിരുന്നു എനിക്ക് ആശ്വാസമായിട്ട്. ഈ ഓഫീസിലേക്ക് ഒരു പെൺതരി കൂടി വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് എന്തിനാ മായ, കാരണം ഒരു തരി പോരെ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് താരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. സോ താര, ഹൗ ഡു യു ഫീൽ? എന്ത് തോന്നുന്നു? ഇനി എത്രയും പെട്ടെന്ന് തോന്നുന്നു. റൈറ്റ്, വെരി ഗുഡ്.